Okay, പിള്ളേരെ നമ്മള് പിന്നെ ഡിവിഷൻ അൽഗോരിതം എഴുതുമ്പോൾ A can be written as BQ plus R, where 0 less than or equal to R less than B. Am I right? Can you follow? Hello. Sir. A equal to BQ plus R, where 0 less than or equal to R less than B, where R is known as remainder, B is the divisor, Q is the quotient, and A is the dividend. Okay. For example, 15 can be written as 15 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 2 into 7 plus 1. Can you follow? Sir, കേൾക്കാം. ആരെ ഫോളോ ചെയ്യുന്ന ആളൊന്ന് വരൂ, പെട്ടെന്നാവട്ടെ. കേൾക്കുന്നുണ്ട് അല്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതില് നമ്മള് ഡിവിഷൻ അൽഗോരിതത്തിൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തായിരുന്നു. ഇതില് ഓഡ് ഈവന്റെ കാര്യം സാറ് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം. ബി എന്ന് പറയുന്നത് 2 ആണെങ്കിൽ A can be written as എന്താണ് 2Q plus R എന്ന് എഴുതാം. Where R lies between എന്താണ് 0 and 2. The only two values of R are ആരൊക്കെയാ? ആറിന്റെ വാല്യൂസ് ഏതൊക്കെയാ? നിന്ന് ആറിന്റെ വാല്യൂസ് 0 വരാം, പിന്നെ ഇത് വരാം. പറയൂലേ? 1 വരാം. 2 വരുമോ? ഇല്ല. അപ്പൊ R equal to 0 കൊടുത്താൽ ഇവിടെ എന്ത് കിട്ടും? 2Q കിട്ടും. എന്താ കിട്ടുക? 2 ടൈംസ് Q വരും. R എത്രയാ? 0. പിന്നെ അടുത്ത ഏതാ വരിക? അടുത്ത വാല്യൂ ഏതാ വരിക? 2Q plus 1. This is nothing but an even number. എന്ത് നമ്പറാണ്? Even number. 2Q plus 1 Odd number. Therefore, odd number will be always represented by 2Q and even number. Odd number will be the form ആണ് 2Q plus 1. വേണമെങ്കിൽ Q നെ നമുക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ 2n എന്ന് പറയാം. Even number will be represented by 2n and odd number will be represented by എന്താണ് 2n plus 1. അപ്പോ odd numberന് 2n ഉം even numberന് എന്താണ്? Even numberന് 2n ഉം odd numberന് 2n. Even numberന് 2n ഉം odd numberന് 2n plus 1 ഉം. 2n plus 1 ആണ് നമ്മുടെ representation. Can you follow? Yes. Okay. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള ചെറിയ കുസൃതി ചോദ്യങ്ങൾ ചെറുതുണ്ട്. Sum of any two even integers is even. അപ്പൊ ഒരു ഇന്റിജർ എന്താ വിചാരിക്കുക? 2Q അല്ലേ ഫോർമാറ്റ്? ഈവന്റെ ഫോർമാറ്റ് ഏതാ? 2Q. അതിന് വേണമെങ്കിൽ ആദ്യത്തെ ഇന്റിജർ ഈവൻ ഇന്റിജർ 2Q1 ആവാം. രണ്ടാമത്തെ എന്ത് വിചാരിക്കുക? 2Q2 വിചാരിക്കാം. ഇതിന് രണ്ടിന്റെ സം എഴുതുമ്പോ നമുക്ക് 2 കോംപാക്ടർ ആയിട്ട് കിട്ടിയ മക്കളെ 2 into Q1 plus Q2. ഈ 2ന്റെ പെരുപ്പിലുള്ളത് കൊണ്ട് നമ്മൾ എന്ത് പറയാം? ദിസ് ഈസ് ഓൾസോ എന്തായിരിക്കും? Even number. Even ആയിരിക്കും. Therefore, first property in the sum of two even integers is Also sum even of two even integers is sum of എന്താ കിട്ടണേ? എന്തായിട്ട് കിട്ടണേ? even number തന്നെയാണ്. Even ആയിരിക്കും. Sum of even integers is equal to എന്താണ്? എന്ത് ഇന്റിജർ തന്നെയാണ്? Even integer ആണ്. Can you follow? Yes. Sum of two odd integers. Odd in the sum.
sum of odd integers in the form നമുക്കറിയാം odd integer ഏത് ഫോമിലാണ് 2k1 2q1 plus 1 and അടുത്ത ഏതായിരിക്കും 2q plus 1 2 plus 1. അല്ലെ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നതാണ് ചോദ്യം. It will be equal to 2 into q1 plus q2 2 plus ഇത് 2 രണ്ടും കൂടി കൂട്ടി 1 plus 1 എന്താണ് plus 2. പ്ലസ് 2 ആണ്. 2 കോമൺ ആയിട്ട് എടുക്കാലോ 2 into q1 plus q2 plus 1 എന്ന് എഴുതി കൂടെ. അപ്പൊ ഇതെന്താ വരണേ 2 times an integer. അപ്പൊ എന്ത് ഇന്റിജർ അത് Even. ഒരു ഇന്റിജർ ഈവൺ അല്ലേ. അപ്പൊ സം ഓഫ് 2 ഓഡ് ഇന്റിജേഴ്സ് എന്ത് തന്നെയാണ് Even തന്നെയാണ്. ഈവൺ തന്നെയാണ്. നമുക്ക് ഇതിൽ എക്സാമ്പിൾസ് നോക്കണേ പിള്ളേർക്ക് പെട്ടെന്ന് പിടികിട്ടും. 3ഉം 5ഉം എത്ര പിള്ളേരെ 8 അല്ലേ. 8 എന്ത് നമ്പറാ Even number. ഈവൺ ആണ്. ഇത് രണ്ടും എന്താ Odd number. ഓഡ് നമ്പർ ആണ്. വേറെ നമ്പർ പറഞ്ഞേ വേറെ രണ്ടെണ്ണം പറഞ്ഞേ പറയും ഓഡ് നമ്പേഴ്സ് 7 ഉം 9 ഉം 7 ഉം 9 9 16. 16. ഓഡ് നമ്പറിന്റെ രണ്ടെണ്ണത്തിന്റെ സമയം എപ്പോഴും എന്താ കിട്ടുള്ളൂ എന്ത് നമ്പർ ആയിട്ടാ വരിക Even number. ഈവൺ. പിന്നെ 2ഉം 4ഉം കൂടി കൂട്ടിയാൽ എത്ര 6 അതും എന്താണ് Even number. ഈവൺ ആണ്. ക്യാൻ യു ഫോളോ? Yes. ഇതിപ്പോ കുഴപ്പം എപ്പോഴും സംഭവിക്കപ്പോ ഈവണും ഓടും തമ്മിൽ ആഡ് ചെയ്താൽ എന്തുണ്ടാവും ഈവണും ഓടും തമ്മിൽ 2q1 ഈവൺ ഓഡ് എന്താ 2q2 plus 1 റൈറ്റ്. Yes. ഇതെന്താ വരിക 2 into q1 plus q2 Q2 plus 1. ഇതൊരു ഈവൺ നമ്പർ ആണ് അല്ലെ. അതിന്റെ കൂടെ 1 ആഡ് ചെയ്താൽ അതിന്റെ ഈവൺ പോയില്ലേ എന്താവും Odd ആയി. ഓഡാവും. അപ്പൊ സം ഓഫ് an even number and odd number equal to എന്തായിരിക്കും Odd number. odd number. ഇത് അടുത്തൊരു പ്രോപ്പർട്ടി ആണ്. സം ഓഫ് ടു ഇന്റിജേഴ്സ് ഒരെണ്ണം ഓഡ് ഒരെണ്ണം ഈവൺ ഒരെണ്ണം ഓഡ് സം എന്താ വരിക Odd. അതിന്റെ എക്സാമ്പിൾ പറഞ്ഞേ 5 plus 2. എത്ര 5 plus 2. or 2 plus 5 എത്ര വരുന്നേ 7. ഈവൺ പ്ലസ് ഓഡ് ഈക്വൽ ടു ഓഡ്. അതുപോലെ കൂടി പറഞ്ഞോ ഒരെണ്ണം കൂടി പറയും എക്സാമ്പിൾ 13 plus 35. 13 plus 35 ആ. അതെന്താ രണ്ടും ഓഡല്ലേ രണ്ടും ഓഡ് ആഡ് ചെയ്യുമ്പോൾ 13 plus 14 എത്രയാ 27. 27. അപ്പോ രണ്ട് ഇന്റിജേഴ്സിന്റെ സം ഓഡ് ആവുന്നത് എപ്പോഴാ അതിൽ ഒരാൾ ആരാവുമ്പോഴാണ് ഒരാള് ഓഡ് ഒരാള് ഈവൺ ആവുമ്പോഴാണ്. ഓക്കെ. അടുത്ത സിമ്പിൾ പ്രോപ്പർട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് എനി ടു ഈവൺ ഇന്റിജേഴ്സ് എന്തായിരിക്കും പ്രോഡക്റ്റ് ഓഫ് 2 ഈവൺ ഇന്റിജേഴ്സ് 2q1 ഒരെണ്ണം അടുത്ത എന്താ 2q2 അല്ലേ ഈവൺ ഇന്റിജേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തുണ്ടാവും 4 times q1 q2 അല്ലേ that is equal to 2 into 2 times q1 q2 therefore എന്ത് ഇന്റിജർ ആണ് ഈവൺ ആണ്. ഇനി ഒരു രണ്ട് ഓഡ് ആണെങ്കിലോ 2q1 plus 1 into 2q2 plus 1 രണ്ടും എന്ത് ഇന്റിജേഴ്സാ ഓഡ് ഇന്റിജേഴ്സ്. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞു നോക്കി പോളിനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ പോലെ പറയും 4q1 q2 plus 2q1 plus 2q2 plus 1 that is equal to ഇതിൽ നിന്ന് എല്ലാത്തിനും നമുക്ക് 2 പുറത്തേക്ക് എടുത്തൂടെ
2 into 2q1 q2 Q2 plus plus q1 Q1 plus plus q2 Q2 plus plus 1. ഇത് എന്താ സാധനം? ആദ്യത്തെ E1. E1 ഈവൺ ആണ്. അതിന്റെ കൂടെ 1 കൂടി ആഡ് ചെയ്താൽ എന്തായി? ഓടായി. ഓഡായി. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞ? പ്രോഡക്റ്റ് ഓഫ് 2 ഈവൺ ഈസ് ഈവൺ, പ്രോഡക്റ്റ് ഓഫ് 2 ഓഡ് ഈസ് ഓട്. ഓഡായിരിക്കും. ഓക്കെ. ഇനി അവരുടെ മിക്സഡ് പ്രോഡക്റ്റ് വന്നാൽ എങ്ങനെ ഇരിക്കും പിള്ളേര്? ഓഡ് ഇൻറ്റു ഈവൺ വന്നിരിക്കും. ഓഡ് ഇൻറ്റു ഈവൺ. ഓക്കെ. ഈവൺ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. 2q2 അല്ലേ ഈവൺ? 2q2 അത് എന്തായിരിക്കും ഇപ്പൊ തന്നെ പറയാം നമുക്ക്. എന്താ? 4q1 Q2 plus 2q2. ഇതിപ്പോ എന്താ കൃത്യം? 2 ഉണ്ടല്ലോ കോമൺ ആയിട്ട്. E1 ആയിരിക്കും. അപ്പൊ എന്താണ് പ്രോഡക്റ്റ് ഓഫ് odd and even equal to E1. even. Product of even and odd equal to E1. even. Okay. Clear ആണോ? ഇനി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് prove that the sum of 2 odd integers is even. ശരിയല്ലേ? നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? എങ്ങനെ പ്രൂവ് ചെയ്യണ്ടേ? ഇപ്പോ ഓഡ് ഇന്റിജേഴ്സ് ഏത് ഫോർമാറ്റ് ആണ്? 2q1 plus 1 plus 2q2 plus 1. അത് ചെയ്തല്ലേ സാറ്? ഇനി prove that the sum of an integer, even integer and an odd integer is odd. അതും പ്രൂവ് ചെയ്തതാണ്. ഇനി പറയണത് എന്താ വെച്ചാല് prove that the product of any two consecutive integers is even. തുടർച്ചയായിട്ടുള്ള 2 ഇന്റിജറിന്റെ പ്രോഡക്റ്റ് ഈവൺ ആണെന്ന് പ്രൂവ് ചെയ്യണം. Prove that n into n plus 1 n is plus 1 ഇത് ഈവൺ ആണെന്ന് പ്രൂവ് ചെയ്യണം. അത് എങ്ങനെയാ? നമുക്ക് വെർബലി പറഞ്ഞാലും മതിയല്ലോ. എങ്ങനെ പറയാം? തുടർച്ചയായിട്ടുള്ള ഇന്റീജേഴ്സ് അല്ലേ ഇത്? പിള്ളേരെ, തുടർച്ചയായിട്ടുള്ള ഇന്റീജേഴ്സ് അല്ലേ ഇത് രണ്ടെണ്ണം? n ഓഡ് ആയാൽ n plus 1 എന്തായിരിക്കും? ഈവൺ ആയിരിക്കും. ഈവൺ ആയിരിക്കും. പ്രോഡക്റ്റ് ഓഫ് ഓഡ് ഇൻറ്റു ഈവൺ എന്താ? നേരത്തെ പറഞ്ഞു സാറ്. ഈവൺ. അപ്പൊ അതുകൊണ്ട് n into n plus 1 എന്താ? ഈവൺ ആയിരിക്കും. ഈവൺ ആയിരിക്കും. അപ്പൊ n എന്താവണ കേസാ പറഞ്ഞ സാർ? ഇപ്പോ ഓഡ് ആവണ കേസ്. n ഈവൺ ആവണ കേസ് ആണെങ്കിൽ ഇത് മൾട്ടിപ്പിൾ ഓഫ് 2 അല്ലേ? ഇത് എന്താവും? ഓടായിരിക്കും. അപ്പോ ഈവൺ ഇൻറ്റു ഓഡ് എന്ത് തന്നെയാണ്? ഈവൺ തന്നെയാണ്. അപ്പൊ നിങ്ങൾ അത് വെർബലി പറഞ്ഞു വെക്കണം. എന്താ വെർബലി പറഞ്ഞു വെക്കേണ്ടത്? എന്താ ഉദ്ദേശിക്കണേ? n ഓഡ് ആവുകയാണെങ്കിൽ n plus 1 is ഈവൺ. even. Then the product n into n plus 1 is odd into even equal to എന്ത് നമ്പർ ആണ്? ഓഡും ഈവണും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ഈവൺ നമ്പർ. ഈവൺ ആണ്. കേസ് 2 n ഈവൺ. അവിടെ n plus 1 എന്തായിരിക്കും? ഓടാണ്. ഓഡായിരിക്കും. ഈവൺ ഇൻറ്റു ഓഡ് എന്താ? ഈവൺ. ഈവൺ ആണ്. ക്ലിയർ ആയോ? ഈസ് ഇറ്റ് ക്ലിയർ? യെസ്. അപ്പൊ 2 കേസ് ആയിട്ട് ചെയ്യാം. എന്ത് ചെയ്യാ? സപ്പോസ് the integers be n and n plus 1. First n is odd. n odd ആവുമ്പോൾ n plus 1 എന്താ? ഈവൺ. ഈവൺ ആണ്. അപ്പൊ അതുകൊണ്ട് പ്രോഡക്റ്റ് ഓഫ് ഓഡ് ഇൻറ്റു ഈവൺ ഈവൺ നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൈറ്റ്? n ഈവൺ രണ്ടാമത്തെ കേസ്. n ഈവൺ ആവണ കേസിൽ ഈവൺ ഇൻറ്റു ഓഡ് വരും n plus 1. അപ്പൊ എത്രയാ? ഈവൺ ഇൻറ്റു ഓഡ് ഈവൺ. ഈവൺ. Can you follow? Yes, sir. ഇനി ഇവര് പറഞ്ഞേക്കുന്നത് prove that the sum of any two integers is of the form 4k plus 1 is even. Sum of two integers of the form 4k plus 1. രണ്ട് integers, sum of two integers of the form 4k plus 1. അങ്ങനെയുള്ള രണ്ട് ഇന്റിജേഴ്സിന്റെ സമ്മ് ഈവൺ ആണെന്ന് പറയുന്നത്. ശ്രദ്ധിച്ചേ,
ഇന്റിജേഴ്സ് ഏത് ഫോമില വരണേ? 4k plus 1. 4k plus 1. ഇങ്ങനെയുള്ള രണ്ട് ഇന്റീജർ വരുമ്പോൾ നമുക്ക് ആദ്യത്തെ ഇന്റീജറിനെ 4k1 plus 1 എന്നും രണ്ടാമത്തെ ഇന്റീജറിനെ എന്ന് വിളിക്കാം, വേറെ ഒരെണ്ണത്തിന് എന്ന് വിളിക്കാം 4k2 plus 1. അപ്പൊ ഓരോ ഇന്റീജറും ഏത് ഫോമിലാണ്? ആദ്യത്തെ ഇന്റീജർ ഫസ്റ്റ് ഇന്റീജർ വിൽ ബി ഓഫ് ദി ഫോം. അതിന് വേണമെങ്കിൽ ആ ഇന്റീജറെ ഞാൻ ഏത് വിളിച്ചു? രണ്ടാമത്തെ ഇന്റീജറെ ഞാൻ എന്ത് വിളിച്ചു? b എന്ന് വിളിച്ചു. രണ്ടും ഏത് ഫോർമാറ്റ് ആണെന്ന് പറഞ്ഞ 4k plus 1 ഫോർമാറ്റ് ആണ്. കെ മാറാലോ. അപ്പൊ ആദ്യത്തെ ഇന്റീജറിന്റെ എന്ത് ഫോർമാറ്റിലുള്ളതാണ്? 4k1 plus. രണ്ടാമത്തെ ഇന്റീജറോ? 4k2 plus 1. ഇനി നമുക്ക് രണ്ടും കൂടി ആഡ് ചെയ്യില്ല വേണ്ടേ? എ പ്ലസ് ബി വരുമ്പോ 4k1 plus 1 plus 4k2 plus 1 that is equal to 4 into k1 plus k2. Am I right? ഇത് രണ്ടും കൂടി കൊടുക്കുമ്പോ പ്ലസ് 2 കോമൺ അല്ലേ രണ്ടിലും? 2 into k1 plus k2 plus 1 എന്ന് വരില്ലേ? ഇതൊരു ഇന്റിജർ അല്ലേ? അതെ. അതിന് രണ്ടോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താവും? ഈവൺ ഇന്റിജർ അല്ലേ? മനസ്സിലായോ? ഓക്കെ. two integers of the form 4k plus 1 അതിന്റെ സം എന്തായിരിക്കും? അപ്പോ നമ്പർ ആയിരിക്കും ഈവൺ ഇന്റിജർ ആയിരിക്കും. നിങ്ങൾ എഴുതണങ്ങാനുണ്ടോ ഈ സാധനങ്ങള്? ഇപ്പൊ എന്താ സാറ് പറഞ്ഞേ? Prove that the sum of any two integers of the form 4k plus 1 is even integer. Is even or easy. So let the integers be a and b. അപ്പൊ എന്ത് വിളിക്കാം? a 4k1 plus 1. b എന്ന് വിളിക്കാം 4k2 plus 1. നമുക്ക് വേണ്ടത് എയുടെയും ബിയുടെയും സമ്മാണ്. സമ്മ് കണ്ടു. 4k1 plus 4k2 plus 2 വരും. ദാറ്റ് ഈസ് 4 into k1 plus k2 plus 2 വരും. ആരെ കോമൺ ആയിട്ട് എടുക്കാം? 2 ആ 2 എടുക്കാൻ കാരണം എന്താ? നമ്മള് മൾട്ടിപ്പിൾ ഓഫ് എന്തെന്ന് പറയണം? ഈവൻ നമ്പർ എന്ന് പറയുമ്പോ 2q എന്നുള്ള ഫോമിൽ വരണ്ടേ? 2 into ഇതെല്ലാം കൂടി ഒരു q എന്ന് വിളിക്കാം. അല്ലാതെ 2 into k1 plus k2 plus 1 നമുക്ക് എന്തെന്ന് വിളിക്കാം? q എന്ന് വിളിക്കാം. കണ്ണ് ഇവിടെ കറണ്ട് പോയിട്ടുണ്ട്. കാണായികയുണ്ടോ നിങ്ങക്ക്? കാണുന്നുണ്ട്. ബോർഡ് കാണുന്നുണ്ട്. ഓക്കെ. അപ്പോ 4k plus 1 ഫോമാറ്റിലുള്ള രണ്ട് ഇന്റിജേഴ്സ് സം ചെയ്യും. അത് എന്ത് ഇന്റിജർ ആവും എന്നാ പറഞ്ഞേ? ഈവൺ ഇന്റിജർ ആവും. Can you follow? Yes. അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞു നോക്കിയാൽ 4k plus 1 ഫോമിലുള്ള കേക്ക് 2 1ഉം 2ഉം കൊടുത്ത എന്ത് കിട്ടും നോക്കി? കേക്ക് 1 കൊടുത്ത എത്ര നമ്പർ വരിക? 5. 2 കൊടുത്താലോ? 9. 2 കൂടി കൂട്ടിയാലോ? 14. അത് എന്ത് നമ്പറാണ്? ഈവൺ നമ്പർ ആണ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതിലത്തെ തിയറീസ് ഉണ്ടല്ലോ, ഇതിലത്തെ നമ്പർ തിയറിയിലെ തിയറി ഉണ്ടല്ലോ, അത് പെട്ടെന്ന് നമുക്ക് ബലൂൺ പോലെ പൊട്ടിക്കാൻ പറ്റും. എന്ത് പറഞ്ഞാൽ മതി? എക്സാമ്പിള് പറയും മക്കളെ. കണ്ടോ ഇവിടെ എക്സാമ്പിൾ കേക്ക് 1 കേക്ക് 2 കൊടുത്ത് 2 ഇന്റിജേഴ്സ് കിട്ടിയില്ലേ ഈ ഫോമാറ്റിലുള്ളത്? എന്നിട്ട് അത് രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്കി നമുക്ക് എത്ര കിട്ടി? 14. അത് എന്ത് നമ്പറാണ്? ഈവൺ നമ്പറാണ്. ഇനി കണ്ടോ, ഇനി നമുക്കുള്ളത് 2n cube plus 3n square plus n. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണോ ഈ പ്രോബ്ലംസ് പിള്ളേരെ? ഇൻട്രസ്റ്റിംഗ് ആണോ ഈ പ്രോബ്ലംസ്? ഈ നമ്പറിന്റെ കളികൾ ഇഷ്ടമാണോ നിങ്ങൾക്ക്? എന്താ മിണ്ടാത്തെ? ആ പിള്ളേർ ആരും റെസ്പോണ്ട് ചെയ്യണവരില്ലേ? ഓക്കെ, ഒരു ആൺകുട്ടി കൂടി വരാൻ പറ. 2n cube plus 3n square plus n എന്ന് പറയുന്ന ആള് ഈവൺ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറയണേ. എന്താ പ്രൂവ് ചെയ്യാൻ പറയണേ? n ഒരു ഇന്റിജർ ആണ്,
2n³ plus 3n square plus n നെ ഈവൺ എന്ന് പ്രൂവ് ചെയ്യണം. ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? n ഓഡ് ആവാം, n എന്താവാം, ഈവൺ ആവാം. പക്ഷെ ഈ സംഗതി ഈവൺ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു സൂത്രം ചെയ്തോട്ടെ. 2n³ പ്ലസ് 2n സ്ക്വയർ പ്ലസ് n സ്ക്വയർ പ്ലസ് n എന്ന് എഴുതാവോ എനിക്ക് ഇതിനെ? മക്കളെ എഴുതാം. 3n സ്ക്വയർ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തതാണ്. That is equal to 2n square into n plus 1 എന്നാവും അല്ലേ ഇത്? ഇവിടെ n സ്ക്വയർ 2 എടുക്കുക, n സ്ക്വയർ എടുക്കുക. അപ്പൊ 2n സ്ക്വയർ എടുത്താൽ ഇവിടുന്ന് n വരും ഇവിടെ. പ്ലസ് ഇവിടെ വേണമെങ്കിൽ n into n plus 1 എന്ന് എഴുതി കൂടെ? എഴുതാം. കേൾക്കോളൂ. ക്ലിയർ ആണോ മക്കളെ? ഈ സ്റ്റെപ്പ് ക്ലിയർ ആണോ? കേൾക്കുന്നില്ലേ കുട്ടികളെ? ഹലോ, സൗണ്ട് പോയോ? സാർ പറഞ്ഞു, റേഞ്ച് കട്ടായത്. ഓക്കെ, ഇതിലേക്ക് ചാടിയത് മനസ്സിലായോ? ഈക്വൽ ടു n plus 1 കോമൺ അല്ലേ രണ്ടിലും? ഇവിടെ 2n സ്ക്വയർ വരും പ്ലസ് n വരും. കേൾക്കോളൂ. That is equal to n plus 1 into, ഇവിടെ n കോമൺ അല്ലേ? n into 2n plus 1. ഓക്കെ, ഈ സംഖ്യ ഇതുവരെ കിട്ടിയ പിള്ളേരെ അതുവരെ മനസ്സിലായിട്ടുണ്ട്. n into n plus 1 എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഇന്റീജേഴ്സ് അല്ലേ? n into n plus 1 എന്താ? പ്രോഡക്റ്റ് ഓഫ് n into n plus 1 ഈവൻ നമ്പർ. എന്താ കാരണം? അടുത്തടുത്ത കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്. അപ്പൊ ഇത് ഈവൺ ആണ്. ഓക്കെ, ഇത് നമുക്കൊരു ഓഡ് നമ്പർ ആണ് കണ്ടാ അറിയാം. പക്ഷെ നമുക്ക് ആദ്യത്തെ ആൾ ആരാ? n into n plus 1 ആരാ? ഈവൻ നമ്പർ. therefore n into n plus 1 into 2n plus 1 എന്ത് നമ്പർ? അത് എന്ത് നമ്പർ എന്ന് പറയാം? ഈവൻ നമ്പർ. ഈവൺ നമ്പർ ആണ്. കുട്ടികളൊന്ന് പറഞ്ഞേക്കോളൂ. ഇത് റിയാൻഡി ആണോ? ആരത്? ഹലോ, ജോസിന. ജോസീനെയാണ്. എനിക്ക് അങ്ങോട്ട് തെറ്റും. പിന്നെ ഒരു കുട്ടി കൂടി പുറത്തേക്ക് വന്നതിന് ആരാത് വരിക? ഒരാളും കൂടി. ജോസീന അവിടെ നിൽക്ക്, അടുത്ത പ്രോബ്ലം വരും പറഞ്ഞാൽ മതി. അടുത്ത ആൾ പറയും. ഒരാൾ കൂടി വന്നേ, അൺമ്യൂട്ട് ചെയ്ത് വന്നേ. പിള്ളേരെ വേവാ, നേരെ പോടും. ആരത്? അശ്വതി. ഇത് എന്താണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് നമുക്ക്? ഈവൺ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് സാറ് ചെറിയ സൂത്രം ഉപയോഗിച്ച് എന്താണ് 3n സ്ക്വയർ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എന്താക്കിയിട്ടത്? എങ്ങനെയാക്കി? 2n സ്ക്വയർ പ്ലസ് n സ്ക്വയർ. അതിന്റെ ഉദ്ദേശം എനിക്ക് വളരെ വ്യക്തമായിരുന്നു. ഇതിൽ രണ്ടിനും കൂടി ആരെ പുറത്തേക്ക് എടുക്കാം? n സ്ക്വയർ എടുക്കാം, 2 എടുത്തൂടെ? 2 എടുക്കാം. 2n സ്ക്വയർ എടുത്താൽ ബാക്കി എന്ത് വരും? ഇവിടെ n വരും, ഇവിടെ 1 വരും, n plus 1 വരും അല്ലേ മോളെ? അടുത്തത് n എടുത്താൽ എന്ത് വരും? n plus 1 വരും. n plus 1 വരും. n into n plus 1. അപ്പൊ രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? n plus 1. അത് കോമൺ ആയിട്ട് എടുത്ത് ഇവിടെ എത്രയുണ്ട്? 2n സ്ക്വയർ ഉണ്ട്. ഇവിടെ എത്രയുണ്ട്? പ്ലസ് n ഉണ്ട്. ഈ 2n സ്ക്വയർ പ്ലസ് n നിന്ന് എനിക്ക് ആരെ പുറത്തേക്ക് എടുക്കാം? n കോമൺ അല്ലേ? ഇതിന് അപ്പൊ നമുക്ക് എന്ത്? n plus 1 into n into 2n plus 1 ആയി. ഈ n plus 1 into n ന്റെ സാർ ഇങ്ങനെ എഴുതി, n into n plus 1 into 2n plus 1 എന്ന് എഴുതി. ഇത് എന്താ ചങ്ങാതി? ഇത് സം ഓഫ് ഈവൻ നമ്പേഴ്സ്. സം അല്ല, പ്രോഡക്റ്റ് ഓഫ് 2 എന്താണ്? കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്.
പ്രോഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എപ്പോഴും എന്താന്ന് പറഞ്ഞിട്ട് നേരത്തെ ഈവൺ. ഈവൺ ആണ്. അപ്പൊ ഇയാൾ ഈവൺ ആണ്. ഈവൺ ഇൻറ്റു ഇനി നമ്പർ എന്ത് തന്നെയാ കിട്ടുക? ഈവൺ. ഈവൺ ഇൻറ്റു ഓഡ് ഈസ് ഈവൺ എന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഇത് ഓഡ് നമ്പർ ആണ് ശരിക്കും. അപ്പൊ ഇത് എന്താ പ്രോഡക്റ്റ് എന്താ? പ്രോഡക്റ്റ് ഈസ് ഈവൺ. Therefore 2n cube plus 3n square plus n is an പിള്ളേരെ ഈവൺ നമ്പർ. എന്ത് ടീച്ചറാ? ഈവൺ. ഈവൺ ടീച്ചറാണ്. ഞാൻ ഈ ഫോളോ ഇനി പറയണോ മക്കളെ? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക സാറോട്. മുന്നോട്ട് പോയിക്കോട്ടെ. ഇനി അടുത്ത വളരെ രസകരമായിട്ടുള്ള പ്രോബ്ലം ആണ്. n ക്യൂബ് മൈനസ് n ഈസ് ഡിവിസിബിൾ ബൈ 2 എന്ന് പ്രൂവ് ചെയ്യാൻ. n ക്യൂബ് മൈനസ് n ഈസ് ഡിവിസിബിൾ ബൈ 2. ഡിവിസിബിൾ ബൈ 2 എന്ന് പറഞ്ഞാൽ എന്ത് നമ്പർ ആവണമെന്നാണ് അർത്ഥം പിള്ളേരെ? ഡിവിസിബിൾ ബൈ 2 എന്ന് പറഞ്ഞാൽ എന്ത് നമ്പർ ആവണം? അത് ഈവൺ നമ്പർ. ഈവൺ നമ്പർ ആവണം. അപ്പൊ ഇതൊരു ഈവൺ നമ്പർ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. നമ്മളൊന്ന് പറഞ്ഞ് എങ്ങനെയത് ഇപ്പൊ ഇങ്ങനെ ചെയ്യേണ്ട സാറെന്ന് പറയും. n ക്യൂബ് മൈനസ് n എന്തെങ്കിലും കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുണ്ടോ നോക്കി നമ്മളെ. പറയും ആരാ കോമൺ ആയിട്ട് എടുക്കാവുന്ന ഇവിടെ? ആര് കോമൺ ഉണ്ടതില്ലേ രണ്ടിലും? പറയൂ നീ. n കോമൺ ആയിട്ടുണ്ട്. n ഇൻറ്റു പറയൂ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. പിള്ളേരെ ആരും ഇല്ലാണ്ടായോ? യെസ് സർ. ഓക്കെ. n കോമൺ ആയിട്ട് എടുത്താൽ എന്തായിട്ട് മാറും? അത് n ഇൻറ്റു n സ്ക്വയർ മൈനസ് മൈനസ് 1. ദാറ്റ് ഈസ് n ഇൻറ്റു ഇത് a സ്ക്വയർ മൈനസ് b സ്ക്വയർ ഫോം അല്ലേ? എന്താ n മൈനസ് 1 ഇൻറ്റു n പ്ലസ് 1. വേണമെങ്കിൽ ഇതിന് ഇങ്ങനെ എഴുതിക്കൂടെ? n മൈനസ് 1 ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 എന്ന് എഴുതാം. ഇപ്പൊ തന്നെ ഉത്തരത്തിലേക്ക് വന്നു കഴിഞ്ഞു. എന്താണത്? ഇത് മാറ്റി വെച്ചാൽ എത്ര എടുക്കും മക്കളെ? n ഇൻറ്റു n പ്ലസ് 1 എന്താ? ഈവൺ നമ്പർ. കാരണം എന്താ? പ്രോഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഇന്റിജേഴ്സ് ഈസ് ഈവൺ. ഇനി അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് തന്നെ കിട്ടുക? ഈവൺ നമ്പർ തന്നെ. ഈവൺ നമ്പർ തന്നെ കിട്ടും. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടപ്പോ? ഈവൺ ആണ്. അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 2 എന്ന് പറഞ്ഞാൽ എന്തെന്ന് പ്രൂവ് ചെയ്താൽ മതി? ഈവൺ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഈസ് ഡിവിസിബിൾ ബൈ ആരോണ്ടാണ്? ഡിവിസിബിൾ ബൈ 2 ആണ്. That is n cube minus n is divisible by 2. Can you follow? Clear ആയോ? രണ്ടാമത് പറയണോ മക്കളെ? രണ്ടാമത് പറയണോ പിള്ളേരെ? രണ്ടാമത് പറയണോ? സൗണ്ടൊക്കെ പോയോ നിങ്ങളുടെ? പറയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ. യെസ്. ഇനി അടുത്ത ഒരു നമ്പർ എന്ന് പറയുന്നത് എന്താ വെച്ചാല് പ്രൂവ് ദാറ്റ് ഫോർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഫോർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പ്രൂവ് ദാറ്റ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 ഈസ് an integer. Is an integer. ഈ ഫോർമുല ഓർക്കുണ്ടോ നിങ്ങൾ? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 ആരുടെ സം അത്? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് ഓർക്കുന്നുണ്ടോ? ലാസ്റ്റ് ഏതാ? n സ്ക്വയർ ഈക്വൽ ടു. അതാണ് ഈ സാധനം. ഇത് എന്താണ് പ്രൂവ് ചെയ്യണത് നമുക്ക് ഇവിടെ? അത് ആ പ്രൂഫ് അല്ല നമുക്ക് വേണ്ടത്. ഇവിടെ വേണ്ടത് എന്താ പ്രൂവ് ചെയ്യണ്ടേ? എന്താ പ്രൂവ് ചെയ്യണ്ടേ? ഡിവിസിബിൾ ബൈ 6 ഓർ ഇന്റിജർ കിട്ടണമെങ്കിൽ എന്ത് വേണം മക്കളെ? ഇതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം?
പിള്ളേരെ പറഞ്ഞ് ഇത് ഇന്റീജർ ആവണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇന്റീജർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? മുകളിലുള്ള 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 എന്നുള്ളത് ഒരു മൾട്ടിപ്പിൾ ഓഫ് ആരുടെ കിട്ടണം? 6ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വന്നാൽ ആ 6 ഇവിടെ ആരായിട്ട് ക്യാൻസൽ ചെയ്യാം? 6 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇന്റീജർ കിട്ടും. നമ്മൾ നമ്പർ കൊടുത്തു ഇവിടുത്തെ എന്നിനെ ഒന്ന് കൊടുത്തു ഇവിടെ എന്നിനെ ഒന്ന് കൊടുത്ത് 1 ഇൻറ്റു 2 ശരിയല്ലേ? 1 ഇൻറ്റു 2 എത്രയാ? 2 ഇൻറ്റു ഇത് എത്ര വരും? 3 അല്ലേ വരിക? എന്താ മിണ്ടാത്ത മക്കളെ? എന്നിന് എത്ര കൊടുക്കണം? 1 കൊടുത്താൽ 1 ഇൻറ്റു 2 ഇൻറ്റു ഇത് 3 ആണ്, 6 വരും. 6/6 1 അല്ലേ? ഇന്റീജർ അല്ലേ? 2 കൊടുത്ത് നോക്കിയേ. 2 ഇൻറ്റു 3 2 കൊടുത്താൽ 6 ഇൻറ്റു 2 കൊടുത്താൽ 5 വരും. 6 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 6 എത്ര? 5 കിട്ടില്ലേ? അത് ഇന്റീജർ അല്ലേ? അതാ നമുക്ക്, പക്ഷെ ആക്ച്വലി നമുക്ക് അത് പ്രൂവ് ചെയ്യണം. ഓക്കെ, നേരത്തെ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരുന്ന ആള് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കട്ടെ. അപ്പൊ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് വരുന്നുണ്ട് എപ്പോഴും. അപ്പോ അങ്ങനെ എല്ലാ ഇന്റീജറിനും ഇത് മൾട്ടിപ്പിൾ ഓഫ് 6 എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമ്മളൊരു സൂത്രപ്പണിയാണ് ഇവിടെ ചെയ്യുക. മക്കളെ, നമ്മള് 2, 4, 6, 8 എക്സെട്ര ഇങ്ങനെ കിട്ടാനായിട്ട് നമുക്ക് ഇത് ഏത് നമ്പർ? അത് 2n ഫോം അല്ലേ? 2q ഫോം അല്ലേ ഇത്? എന്ത് ഫോമാണ്? 2q ഫോമാണ്. അപ്പൊ അത് നമ്മൾ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1, 2, 3, 4 എക്സെട്ര 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്ന നമ്പേഴ്സിനെ നമ്മൾ എടുത്തേ. 2 കൊണ്ട് എന്ത് ചെയ്യാവുന്ന നമ്പേഴ്സിനെ എടുത്തേ? ഡിവൈഡ് ചെയ്യാവുന്ന നമ്പേഴ്സ് ആരൊക്കെ? അത് 2, 4, 6 എക്സെട്ര അല്ലേ? ഇനി ഓഡ് നമ്പേഴ്സ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 2q പ്ലസ് 1 കിട്ടില്ലേ? 2q പ്ലസ് 1 ഇല്ലേ? ഓഡ് നമ്പേഴ്സ് 2q പ്ലസ് 1 ഫോമാറ്റ് അല്ലേ? അതായത് 1, 3, 5. അപ്പൊ ശരിക്കും നമ്മൾ ചെയ്യണത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് റിമൈൻഡർ എത്ര കിട്ടുന്നതാണ്? 1 കിട്ടുന്നതാണ്. ആരൊക്കെ? 1, 3, 5 എക്സെട്ര. ഈ നമ്പറിന്റെ പ്രത്യേകത എന്താണ്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ റിമൈൻഡർ എത്ര കിട്ടുന്നതാണ്? 1 കിട്ടണത്. ആരെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യണേ? ഈ ഇന്റീജേഴ്സിന്റെ മൊത്തത്തില് 1, 2, 3 എക്സെട്രയില് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? എനിക്ക് 1 കിട്ടുന്നതാണെങ്കിൽ എന്ത് വരും? 1, 3, 5 എക്സെട്ര. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ? എന്തുകൊണ്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്യുന്നത്? 2 കൊണ്ട്. അപ്പൊ ഇവിടെ എന്താ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 റിമൈൻഡർ കിട്ടുന്നതാണ്. 2, 4, 6. ശ്രദ്ധിക്കണ്ട മക്കള്? ശ്രദ്ധിക്കുന്നു. ഇനി ഞാനിപ്പോ പിന്നെ 2 കൊണ്ട് മാത്രമാണോ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിമൈൻഡർ ഏതൊക്കെ വരും പിള്ളേരെ? റിമൈൻഡർ എവിടെ വരെ പോവാം? 0 വരാം, 1 വരാം, 2 വരാം. ബി കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ എവിടെ വരെ പോവാ? ബി വരെയല്ലേ പോവാ? എനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിമൈൻഡർ ലൈസ് ബിറ്റ്വീൻ എന്താ പഠിച്ചേക്കണം നിങ്ങള്? 0 and b അല്ലേ? ഇൻക്ലൂഡിങ് 0 and എക്സ്ക്ലൂഡിങ് b. അപ്പൊ ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് റിമൈൻഡേഴ്സ് വരിക? 0, 1, 2 അല്ലെ? അപ്പൊ ഇങ്ങനെ 0 വരുന്ന പിന്നെ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? അപ്പോ റിമൈൻഡേഴ്സ് 0 വരുന്ന നമ്പേഴ്സ് ഏതായിരിക്കും? 1നെ ഡിവൈഡ് ചെയ്താൽ 1 അല്ലേ വരിക? 2 ആണ് വരിക. ഇതിനെ ഡിവൈഡ് ചെയ്താലോ? 3നെ ഡിവൈഡ് ചെയ്താൽ 0 വരും. 3 ഉണ്ട്. പിന്നെ ആരെ ഡിവൈഡ് ചെയ്താലേ വരുള്ളൂ? 6 ഉണ്ട്.
പിന്നെ ഏതാ 9. 9 and so. ഇത് എന്ത് റിമൈൻഡർ വരുന്നതാ? 0. 0. ഈ നമ്പേഴ്സിന് നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്? 3 കൊണ്ട്. 3 കൊണ്ട്. ഇനി 1 റിമൈൻഡർ വരുന്ന കുറെ ചങ്ങാതിമാരുണ്ടാവുമല്ലോ. 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 അല്ലേ? പിന്നെ ഏതാ വരുന്നത്? 4. പിന്നെ ആരാ വരിക? 7. ആൻഡ് സോ ഇനി ചങ്ങാതികൾ ബാക്കി ഉണ്ടായത് 2 റിമൈൻഡർ വരുന്നു. 2 റിമൈൻഡർ ഉണ്ട്. 2. 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 2 വരും. ഇനി ആര് അടുത്ത നമ്പർ ആരാ? 8. ആലോചിച്ച് പറയുമ്പോൾ 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? 2 വരും. 2 വരും. 5നെ സോറി. ഇനി 8 പറ്റില്ലേ? 8 പറ്റും. അങ്ങനെ പോകും. ഇതിൽ നോക്കിയ ഒരു കാര്യം കാണാൻ ഇവരൊക്കെ ഡിഫറൻസ് 3 അല്ലേ നോക്കിയാൽ 3, 6, 9 എക്സെട്ര. ഇതിന്റെ 1, 3, 4, 3, 7 എക്സെട്ര അല്ലെ? 2, 5, 8 ഇതൊക്കെ എത്ര 3 അല്ലേ ഡിഫറൻസ് തന്നെ. ഇപ്പൊ എല്ലാ മൊത്തം നാച്ചുറൽ നമ്പേഴ്സ് ഇതിൽ ഉണ്ടാവില്ലേ നോക്കിയ മക്കള്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എല്ലാവരും വരില്ലേ? ഇല്ലേ മക്കളെ? മോളെ പറഞ്ഞേ. നമ്മളതൊക്കെ റിമൈൻഡേഴ്സ് എടുത്ത് സോറി ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താ എടുത്തത്? നമ്മള് റിമൈൻഡേഴ്സ് ഇത്രയ്ക്ക് വരുന്ന നമ്പേഴ്സ് എല്ലാം കൂടി ചേർത്താൽ അത് മൊത്തം നാച്ചുറൽ നമ്പർ സിസ്റ്റം ആയില്ലേ? മൊത്തം എന്തായി? നാച്ചുറൽ നമ്പർ സിസ്റ്റം ആയി. അപ്പൊ എനിക്ക് ഇവിടെ പറയാനുള്ളത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ 3q + r എന്നല്ലേ കിട്ടുക? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? bq + r. bക്ക് പകരം ഇവിടെ എത്രയാ? bക്ക് പകരം ഇവിടെ എത്രയുണ്ട് ഡിവൈഡ് ചെയ്യുന്ന സാറ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് bq + r becomes 3q + r ആയില്ലേ? 3q + r ആയി. ഇനി r-ന് ഡിഫറെന്റ് വാല്യൂസ് കൊടുക്കാവുന്ന ഏതൊക്കെയാണ്? 0 കൊടുക്കാം, 1 കൊടുക്കാം, അപ്പൊ ഏതൊക്കെ ഫോർമാറ്റിൽ വരും ഈ നമ്പർ? 0 കൊടുക്കുമ്പോ 3q വരില്ലേ? 1 കൊടുക്കുമ്പോ 3q + 1 വരില്ലേ? 2 കൊടുക്കുമ്പോ എന്താ വരിക? 3q + 2 വന്നില്ലേ? ഓക്കെ, ക്ലിയർ ആയോ മക്കളെ? 3q കൊടുക്കുമ്പോ നമുക്ക് വരുന്ന നമ്പേഴ്സ് മുഴുവൻ ഏതാണ്? 3, 6, 9 എക്സെട്ര. 3q + 1 വരുമ്പോഴേതാ? 1, 4, 7 എക്സെട്രയാണ്. 3q + 2 ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 2, 5, 8 എക്സെട്രയാണ്. പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ. ഇത് പക്ഷെ ഇത് മൊത്തത്തിൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാം കൂടി കൂടിയാൽ ആരാ? 1, 2, 3, 4, 5, 6, 7, 8, 9 അതാരാള്? നാച്ചുറൽ നമ്പർ. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സിന് എനിക്ക് 3 ഭാഗമായിട്ട് തിരിക്കാൻ പറ്റുന്നില്ലേ? എങ്ങനെയൊക്കെ ആവാം? 3q + 1, 3q + 1, 3q + 2. 3q + 2. നേരത്തെ ചെയ്തപ്പോ ഏതൊക്കെ വന്നായിരുന്നേ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ വന്നായിരുന്നേ? 2qഉം 2q + 1. 2q + 1. ഇനി നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ എന്ത് വരുന്നു എന്ന് പറഞ്ഞപ്പോ ഇതുപോലത്തെ സെറ്റ്. ഇത് 2q, 2q + വെരി ഗുഡ്. 4q + 1, 4q + 1, 4q + 2, +2, 4q + 3. 3. ഇനി ഉണ്ടാവോ? 4q + 4 ഉണ്ടാവോ? ഇല്ല. കാരണം നമുക്ക് റിമൈൻഡേഴ്സ് ആരൊക്കെയാണ്? 0, 1, 2, 3 എല്ലാം വരെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ
ആ 0 1 2 3 വരെ കൂടും. ഇനി 4 വരുമോ? ഇല്ല. 4 വരണമെന്നുണ്ടെങ്കിൽ അടുത്ത സെറ്റ് എഴുതുന്നുണ്ട്. അടുത്ത സെറ്റ് ഏതാ? 5 5q 5q plus 1 5q plus 1 5q 5q plus 2 5q 5q plus plus 3 5q 5q plus plus 4 എനിക്കുള്ളൂ 5 വരും അവിടെ. ഇല്ല. ഇല്ല. 5 പേര് 5 പേര്. ഓക്കെ. ഇനി ഒരു സാധ്യത കൂടിയുള്ള 6 വന്നാൽ എന്ത് വരും മക്കളെ? 6q plus 1 6q plus 2 6q plus 3 6q plus 4 6q plus 5 1 2 3 4 5 6 വരും. ഇതെല്ലാം കൂടി ഇതെല്ലാ ഫോർമാറ്റും എല്ലാം കൂടി കൂടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നേരത്തെ പറഞ്ഞ നാച്ചുറൽ നമ്പർ സിസ്റ്റം വരും. എന്ത് വരും? നാച്ചുറൽ നമ്പർ സിസ്റ്റം. നാച്ചുറൽ നമ്പർ സിസ്റ്റം വരും. Can you follow? ക്ലിയർ ഉള്ളല്ലേ? ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? യെസ്. ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ക്യൂന് 0 കൊടുക്കുക. അപ്പോ 0 വരും. അത് വേണമെങ്കിൽ ഒഴിവാക്കാം. പിന്നെ 6q plus 1 എത്രയാ വരിക? 1 2 3 4 5 വരെ എത്തിയില്ലേ? ക്യൂന് 0 എടുത്താൽ 1 2 3 up to എത്ര വന്നു? കോഷ്യന്റ് 0 ആവാലോ മക്കളെ. കോഷ്യന്റ് 0 ആവാലോ. ശ്രദ്ധിക്കുന്നുണ്ടോ? ഹലോ. ഇനി 1 കൊടുത്ത് നോക്കിയേ. 6 അപ്പൊ 5 വരെ എത്തി. ഇത് 6. ഇതാരാ? 7 അല്ലേ? 6 into 1 that is 6 plus 1 7. ഇതോ 8 9 9 10 11 11. 2 കൊടുത്താലോ 12 12 13 14 അങ്ങനെ എല്ലാ ഇന്റിജേഴ്സിനും നമുക്ക് ഈ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഏത് നമ്പർ കൊണ്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്യണേ അതിന്റെ മൾട്ടിപ്പിള് +1 +2 +3 up to +5 6 കൊണ്ടാണെങ്കിൽ 7 ആണെങ്കിൽ എന്ത് വരെ പോകും? 7q plus 6 വരും. 6 വരെ പോകും. കാര്യം പിടി കിട്ടിയോ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ ആവശ്യമുള്ള സാധനത്തിലേക്ക് മാത്രം വരാം. പെട്ടെന്ന് ഇതിന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ആക്ച്വലി സാറ് പക്ഷെ പറഞ്ഞപ്പോ ഇൻട്രസ്റ്റ് നിങ്ങൾ കണ്ടപ്പോ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമ്മളോട് പറയേണ്ടത് ഇയാളെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നല്ലേ പറയേണ്ടത്? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നല്ലേ പറയണ്ടേ? അതിന് നമുക്കറിയാം ഈ n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ അല്ലേ? അല്ലാതെ നമ്പേഴ്സ് അല്ലേ? നാച്ചുറൽ നമ്പർ ഈ 6 തരത്തിലല്ലേ വരിക? അപ്പോ n-ന്റെ സ്ഥാനത്ത് 6q ഇവിടെ ഇട്ട് കൊടുത്ത് നോക്കിയപ്പോൾ എന്ത് വരും? 6q into 6q plus 1 into 12 into 2 into 6 12q വരും. 12q plus 1 ഇങ്ങനെയൊക്കെ വരില്ലേ? 5 6 ഇട്ട് അവിടെ വെട്ടി പോവാൻ 6 ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് എന്തായിട്ട് കിട്ടും? എന്തായിട്ട് കിട്ടും? താഴത്തെ 6 പോയില്ലേ വളരെ? ഈ ഒരു 6 ആയിട്ട്. അപ്പൊ എത്ര ഇന്റിജർ ആയില്ലേ? ഇനി അടുത്തിട്ട് നോക്കുക. ആരെ നോക്കട്ടെ? 6q plus 1 ഇട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും? 6q plus 1 ഇതാണ് എഴുതണേ into 6q plus 1 plus 1 അല്ലെ? 2 into 6q plus 1 plus 1 divided by 6 ആണ് വേണ്ടത്. that is equal to 6q plus 1 into ഇവിടെ 6q plus 2 എന്നല്ലേ കിട്ടുക? രണ്ടിലും 2 കോമൺ അല്ലേ? 2 into 3q plus 1 എന്നാവും. റൈറ്റ്? ഇവിടെ 12q
+2 +1 വരില്ലേ? ആ ഡിവൈഡഡ് ബൈ 6. ഇവിടെ നോക്കിയാൽ കാണാം ഇത് 3 അല്ലേ, രണ്ടൊന്നും 3. 3. കോമൺ ആയിട്ട് 3 എടുത്തൂടെ? ഇവിടെ 2q ഉണ്ട്, എടുക്കാം. ഇവിടെ ഒരു 3 എടുക്കാം. ഇവിടെ എന്ത് നിൽക്കുന്നുണ്ട്? 2 ഉണ്ട്. 2 × 3 എത്രയാ? 6. അത് വെട്ടിപ്പൊക്കോളില്ലേ? ആ. അപ്പൊ ഇന്റീജർ ആവില്ലേ? ആയി. അടുത്തത് ചെക്ക് ചെയ്യണം. അടുത്തത് എങ്ങനെ ചെക്ക് ചെയ്യാം? 6q + 2 വെച്ചിട്ട്. അപ്പൊ 6q + 2 ഇൻറ്റു പിന്നത്തെ 6q + 2 + 1 അപ്പൊ +3 വന്നില്ലേ? ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം മക്കളെ. n എന്ത് കൊടുത്തു? 6q + 2. ഇനി n+1 വരുമ്പോ 6q + 1 +2 + 1 വരും, +3 വരണ്ടേ? ഇൻറ്റു ഇനി ബാക്കിയുള്ള നോക്കേണ്ട കാര്യം തന്നെയില്ല. 2 ഇൻറ്റു 6q + 2 + 1 വരില്ലേ? ഡിവൈഡഡ് ബൈ 6 ആണ്. ഇവിടെ നോക്കിയാൽ ഇവിടെ 2 കോമൺ ആണ് അല്ലേ? 2 ഇൻറ്റു 3q + 1 വരില്ലേ മക്കളെ? ഇത് വരും. ഇതോ? ഇത് 3 കോമൺ അല്ലേ? 2q + 1 എന്ന് വന്നില്ലേ? ഇനി ആ ബ്രാക്കറ്റ് എന്തായാലും കുഴപ്പമില്ലല്ലോ നമുക്ക്. ഈ ബ്രാക്കറ്റ് ഇന്റീജർ അല്ലേ? ഈ ബ്രാക്കറ്റ് സിംപ്ലിഫൈ ചെയ്തോ നിങ്ങൾ? അപ്പൊ എത്ര വരും ഇവിടെ? 12q + 4 + 5. അത് എന്തായാലും നമുക്ക് വിരോധമില്ല. ഇവിടെ നമുക്ക് ആരെ കിട്ടി? 3 × 2 2 × 3 എത്രയാ? 6 കിട്ടി. അത് രണ്ടും കൂടി എന്ത് ചെയ്തു പോകും? ഡിവൈഡ് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ 2-3 പറഞ്ഞു വെച്ചിട്ട് വേണമെങ്കിൽ അവസാനത്തിൽ കൂടി പറഞ്ഞു വെച്ച് അവസാനിപ്പിച്ചു. Similarly, we can verify 6q + 3, 6q + 4, 6q + 5. അപ്പൊ ഇത് ഈ പണി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇന്റീജറിനെ ഏതൊക്കെ ഫോർമാറ്റിൽ എടുക്കണം? ഇന്റീജർ ഏതൊക്കെ വരാം? ഇന്റീജർ ഏതൊക്കെ ഫോർമാറ്റിൽ വരാം? ഏതൊക്കെ ഫോർമാറ്റ്? 6q + 1, 6q + 1 + 2 + 3 + 4 and 6q + 5. + 5. Can you follow? നീ പറയണോ? അത് നീ പറയണോ? ഇനി പറയണോ? നമ്മൾ പറഞ്ഞോ? നിങ്ങൾ ആവർത്തിച്ച് കണ്ടോളി. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ റെക്കോർഡിംഗ് ഉണ്ടോ? സ്വാണി എന്താ? ഹലോ, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആവർത്തിച്ച് പറയണ്ടായിരുന്നു. ഇത് മുന്നോട്ട് പോയിക്കോട്ടെ. സമയമായോ? അപ്പൊ പിള്ളേരെ ഈ പിന്നെ ഡിവിഷൻ അൽഗോരിതത്തിലെ പ്രോബ്ലംസ് ഇതോടെ അവസാനിക്കുകയാണ്. എന്തിലത്തെയാണ്? ഡിവിഷൻ അൽഗോരിതത്തിലെ പ്രോബ്ലംസ് ഇതോടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ ഡിവിഷൻ അൽഗോരിതം നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ്? A = BQ + R. A = എന്താ പഠിച്ചേക്കണേ? BQ + R അല്ലെങ്കിൽ QB + R. അത് ഓർഡറിൽ പോകണമെങ്കിൽ നല്ലതാണ്. QB + R, QB + R, where 0 <= R B. ഇതാണ് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. ഓക്കെ. ഇനി നമ്മൾ ഉദാഹരണത്തിന് പറയണെങ്കിൽ നോക്കേ, സാറ് 15 എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് കരുതാം. 15 എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 15 I have to divide 15 with എന്താണ്? 15 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഞാൻ എങ്ങനെ എഴുതും? Q എത്ര കിട്ടും എനിക്ക്? Q എത്ര കിട്ടും? 7 × 2 അല്ലേ? B എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ ശരിയാവാ? 7 × 2 + 1. ശരിയാണോ? ശരിയല്ലേ? റിമൈൻഡർ എത്ര കിട്ടി? 1 ആണ്. അത് ആരെക്കാൾ കുറവാണ്? 2-നേക്കാൾ കുറവാണ്. 0-നും 1-നും 2-നും ഇടയ്ക്ക് എടുക്കുന്നതാണ്. ശരിയാണ്. പക്ഷെ ഈ ക്യൂവിനെ ഒന്ന് സങ്കല്പിച്ച് നോക്കിയത് നിങ്ങള്. ക്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡിവൈസറിനേക്കാളും വലുതല്ലേ പിള്ളേരെ? ആലോചിച്ച് നോക്കിയ നിങ്ങള്. ക്യൂ ആരാ അവിടെ? 7 അല്ലേ? ക്യൂ ബിയില് ക്യൂ ആരാ?
പറയും മക്കളെ, ക്യൂ അല്ലെ? ക്യൂ ആരാ? 7. 7 ആ. 7 ആ ഡിവൈസർ ആയിട്ടുള്ള 2-നേക്കാൾ വലുതല്ലേ? അതെ. അതുകൊണ്ട് നമ്മൾക്ക് ഈ 7 എങ്ങനെ എഴുതി കൊടുക്കില്ലേ? 7 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലോ? അപ്പൊ കോഷ്യന്റ് എന്ത് കിട്ടും? കോഷ്യന്റ് എന്ത് കിട്ടും? 3 × 2 പ്ലസ് 1 കിട്ടില്ലേ? 1. ഈ പുതിയ കോഷ്യന്റ് എന്ന് പറയുന്ന ആള് 3, അത് ആരെക്കാൾ കൂടുതലാണ്? 2-നേക്കാളും. 2-നേക്കാൾ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3-നെ എങ്ങനെ എഴുതാം? 2 × കോഷ്യന്റ് എത്ര വരും? 1 അല്ലേ വരും? 1 × 2 പ്ലസ് 1. 1 × 2 പ്ലസ് 1. 1 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ ഇനിയിപ്പോ ഗ്രേറ്റർ അല്ല അല്ലെ? അല്ല. ഗ്രേറ്റർ അല്ലല്ലോ. അല്ല. ഇവിടെ 1 ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയാൻ പറ്റൂ? ഇല്ല, പറ്റില്ല. എന്നാലും നമുക്ക് ഈ 1-നെ എങ്ങനെ എഴുതാം? റിമൈൻഡർ മാത്രമായിട്ടല്ലേ എഴുതാൻ പറ്റുള്ളൂ. 1-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യന്റ് എത്ര വരും? 0 × 2 എന്ന് എഴുതിക്കൂടെ? പിള്ളേരെ ഇങ്ങനെ എഴുതിക്കൂടെ? 1-നെ എങ്ങനെ എഴുതാം? 0 × 2 പ്ലസ് 1 എന്ന് എഴുതാം. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? എന്നിട്ട് നമുക്ക് ഈ 15 can be written as 15 എനിക്ക് ആദ്യം എഴുതാവുന്നത് 7 × 2 പ്ലസ് 1 എന്നാണ്. ഈ 7 × 2, 7 ഞാൻ എന്ത് എഴുതി പറയൂ മക്കളെ? 3 × 2 പ്ലസ് 1 all into 2 പ്ലസ് 1 എന്ന് എഴുതി. റൈറ്റ്? ക്ലിയർ ആവുന്നുണ്ടോ? 7 എങ്ങനെ എഴുതി? 7 എങ്ങനെയാ? 3 × 2 പ്ലസ് 1. നമുക്ക് എഴുതുന്നത് 3 × 2 സ്ക്വയർ പ്ലസ് 2. 3 × 2 സ്ക്വയർ പ്ലസ് 1 × 2 പ്ലസ് 1 എന്ന് എഴുതി. ശരിയാണോ കുട്ടികളെ? ശരിയാണ്. ഇനിയും ബാക്കി 3-നെ നമ്മൾ എങ്ങനെ എഴുതിയിട്ടില്ലേ? 3-നെ എങ്ങനെ എഴുതാം? 1 × 2 പ്ലസ് 1 × 2 സ്ക്വയർ പ്ലസ് 1 × 2 പ്ലസ് 1 എന്ന് എഴുതാം. Can you follow? Right? That is equal to 1 × 2 into 2 square എന്ന് വരുമ്പോൾ എന്താ? 1 × 2 square. 2 × 2 square is 2 cube അല്ലേ? Plus 1 × 2 square, that is 2 square. Plus 1 × 2 plus 1 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ 15-നെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റി? 15-നെ ഞാൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ശ്രമിച്ചതാണ്? 15-നെ ഞാൻ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്ത്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ ഞാൻ എങ്ങനെയൊക്കെ ആക്കി എഴുതാൻ പറ്റിയതിന്? 1 × 2 ക്യൂബ് പ്ലസ് 1 × 2 സ്ക്വയർ പ്ലസ് 1 × 2 1 × 2 സ്ക്വയർ എന്ന് എഴുതാം. 1 × 2 പ്ലസ് കോൺസ്റ്റന്റ് 1 എന്ന് എഴുതാം. ഓക്കെ, ആ 1-നെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ? വേണമെങ്കിൽ 0 × 2 പ്ലസ് 1 എന്ന് വേണമെങ്കിൽ എഴുതാം. ആ 1-നെ എന്ത് എഴുതാം? 0 × 2 പ്ലസ് 1 എന്ന് എഴുതാം. നിർത്തുക, കാരണം ഈ സിസ്റ്റത്തിൽ അങ്ങനെ വന്നാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ 15-നെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ 2-ന്റെ പവേഴ്സ് ആയിട്ട് അതിന്റെ കൂടെ ഒരു കോഎഫിഷ്യന്റ് വന്നു എന്നല്ലേ ഉള്ളൂ. നോക്കിയേ, ഇവിടെ 1 വന്നു, ഇവിടെ കോഎഫിഷ്യന്റ് എത്രയാ? 1 വന്നു. ഇവിടെയും കോഎഫിഷ്യന്റ് 1 വന്നു. ഇവിടെ കോൺസ്റ്റന്റ് 1 വന്നു. ആരുടെ പവേഴ്സിന്റെ കുറവ് വരുന്നുണ്ട്?
2 ക്യൂബ് 2 സ്ക്വയർ 2 റേസ് ടു 1 വേണമെങ്കിൽ അടുത്തതിനെ 2 റേസ് ടു 0 എന്ന് എഴുതാം 1 into എന്തെന്ന് എഴുതാം 2 റേസ് ടു 2 raised to 0. അത് 1 ആണല്ലോ യെസ്. അപ്പോൾ ഈ രൂപത്തിലേക്ക് എഴുതാൻ പറ്റും. ഇതാണ് നമ്മുടെ ആദ്യത്തെ തിയറം പറയുന്നത്. തിയറം എന്താ പറയണെന്ന് വെച്ചാൽ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്, എനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ സോറി എന്നിനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ n is a very large integer, അതിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ ബി റേസ് ചെയ്യാം am into b raised to m plus am minus 1 into b raised to m minus 1 plus etc plus ലാസ്റ്റ് ടേം ആയിട്ട് തൊട്ട് മുന്നത്തെ വരുന്നത് a1 b plus a0. ഇങ്ങനെ എഴുതാൻ പറ്റുന്ന പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. ക്യാപിറ്റൽ എൻ എക്ക് പകരം ഇവിടെ ഉപയോഗിച്ചിരുന്നത് എന്താണ്? ക്യാപിറ്റൽ പറയുമക്കളെ എൻ എന്ന് പറയുന്ന നമ്പറിനെ ഞാൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ ഈ രൂപത്തിൽ അയാളെ എഴുതാൻ പറ്റും, ഒരു പോളിനോമിയൽ ഫോർമാറ്റിൽ എഴുതാൻ പറ്റുമെന്നാണ് തിയറം പറയുന്നത്. അതിന് സാർ ഇവിടെ ചെയ്തത് എന്താ, എക്സാമ്പിളിലൂടെ കാണിച്ചു തരുന്നു. 15 n ആരാവുക 15 ആവുക, ബി ആരാവുക 2 ആവുക. 2. ആവുമ്പോ 15നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതായത് എന്നിനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ രൂപത്തിൽ എഴുതാൻ പറ്റുന്നതാണ് തിയറം നമുക്ക് ഗ്യാരണ്ടി തരണേ. നമ്മൾ ആ ഗ്യാരണ്ടി വർക്ക് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ 15 എടുത്തു, അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 1 into ബി ആരവിടെ 2 അല്ലേ? 2. അപ്പൊ a constant into b cube plus another constant into b square plus another constant into b B plus raised to. another 2 raised to 0 അത് കോൺസ്റ്റന്റ് ആണ്. b raised to 0 എന്ന് പറയുന്നത് ഒരു a0 കിട്ടിയോ? a0ന്റെ സ്ഥാനത്ത് ഇവിടെ എത്രയാ വരുന്നത്? നമുക്ക് 1. 1 ആണ്. അപ്പൊ ഈ കോഎഫിഷ്യൻസ് അവിടെ പറഞ്ഞ കോഎഫിഷ്യൻസ് ഏതാ നമുക്ക് നോക്കിയേ. a0 1, a1 ആരാ 1, 1. a2 ആരാ 1, a3 ആരാ 1. 1. ഓക്കെ. അപ്പൊ ഇവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് am-നെ എന്തെന്ന് വിളിക്കാം? a3-നെ 1 എന്ന് വിളിക്കാം. a3-നെ 1 എന്ന് വിളിക്കാം. b raised to m എന്ന് പറഞ്ഞാൽ b ക്യൂബ് ആണ്. അപ്പൊ m-ന് എത്രയാ വരുന്നത് ഇവിടെ? m-ന് വാല്യൂ എത്ര വരുന്നത്? 3 അല്ലേ വരുന്നത് m-ന്? അപ്പൊ ഇത് a3, ഇത് A2. ഇത് A1. ഇത് A0. അപ്പൊ ഇങ്ങനെ ഒരു സാധനം ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്ത് തന്നാൽ നിങ്ങൾ പറയും അയ്യോ ഇതെന്തിനാ ഭാഷ ഇങ്ങനത്തെ വലിയൊരു സാധനം തന്നേക്കണമെന്ന് സംശയം ചോദിക്കുന്നതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാമ്പിൾ ചെയ്തത്. ക്യാൻ യു ഫോളോ? Yes. ഇനി മക്കള് ചെയ്യേണ്ടത് എന്താ വെച്ചാല്